ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വാർത്തകൾ വിശദമായി. KSSPA പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു. 5 വർഷത്തിലൊരിക്കൽ സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കുക എന്നത് 1968 മുതൽ തടസ്സമില്ലാതെ തുടർന്നു പോരുന്നതായിട്ടും ജൂലൈ 1 പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും സർക്കാർ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSSPA കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. 6 ഗഡു ക്ഷമാശ്വാസം ബാക്കി നിൽക്കുന്നത് അനുവദിക്കുക, ക്ഷമാശ്വാസത്തിന്റെയും പെൻഷൻ പരിഷ്കരണത്തിന്റെയും കുടിശ്ശിക നൽകുക, മെഡിസെപ്പിലെ ഗുരുതരമായ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻകാരും ജീവനക്കാരും വിശ്വാസത്തിലെടുക്കാത്ത ജീവനാനന്ദം പരിപാടി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അസോസിയേഷൻ മുന്നോട്ട് വെച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VC കാർത്തികേയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിനും ഒരു കമ്മീഷനെ നിയമിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. നമ്മളെ ഉമ്മൻചാണ്ടി സർക്കാർ 7 മാസം മുമ്പ് തന്നെ പെൻഷൻ പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പാവങ്ങളുടെ നേതാവ്, തൊഴിലാളി പാർട്ടിയുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇട്ട് ആ ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ പെൻഷൻ പരിഷ്കരണ ആ കമ്മീഷന് വെക്കാൻ നാളിതുവരെ ആയിട്ടും തുനിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ള ഒരു സമരപ്രഖ്യാപനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ആചരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 2019 പെൻഷൻ പരിഷ്കരണത്തിൻ്റെ പെൻഷൻ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും 21 മാസത്തെ DA കുടിശ്ശികയും ഇതുവരെക്കും തന്നിട്ടില്ല. ഈ പാർലമെന്റ് ഇലക്ഷൻ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2% DA നമ്മൾക്ക് പ്രഖ്യാപിച്ചിരുന്നു. ആ 2021 ജനുവരി മാസം മുതലുള്ള ആ കുടിശ്ശികയെ പറ്റി 39 മാസത്തിൻ്റെ DA കുടിശ്ശികയെ പറ്റി യാതൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് 6 ഗഡു 19% DA നമ്മൾക്ക് ലഭിക്കാനുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് PN മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. PA മുഹമ്മദ് സഗീർ സ്വാഗതവും ജിന രാജൻ KS നന്ദിയും പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KA സിറാജ്, സുധാകരൻ മണപ്പാട്ട്, CH രാജേന്ദ്ര പ്രസാദ്, NGO അസോസിയേഷൻ പ്രതിനിധിയായ രഞ്ജിത്ത് P ഗോപാൽ, അസോസിയേഷൻ നേതാക്കളായ EK സോമൻ, KA ഹൈദ്രോസ്, KG മുരളീധരൻ, TH രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് KM ബഷീർ, OC മുരളീധരൻ, NN ശ്രീകുമാർ, ER ലൈല, CB ജയലക്ഷ്മി, KH ലൈല, A വഹീദ, ആമി മജീദ്, VK സെയ്തു, PK ഹരിദാസൻ, MS പ്രേമാനന്ദൻ, EA ഷെരീഫ്, സഫർ അലി ഖാൻ KK, PG കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര.